സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പറയണ സമയത്തുണ്ടല്ലോ. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കോൺവെൻറ്റ് സ്കൂളിലായിരുന്നേ. ആദ്യം ബോംബെയിലായിരുന്നു അച്ഛൻ്റെ കൂടെ. ഞാൻ മുമ്പ് ഒരു ഇതിൽ പറഞ്ഞു. നേവി സ്കൂൾ. പിന്നെ നാട്ടിൽ വന്ന് കോൺവെൻറ്റ് സ്കൂളിലായിരുന്നു. അപ്പം കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ കോമ്പറ്റീഷന് കൂടാം. 3 സിംഗിളിലും 2 ഗ്രൂപ്പ് ഐറ്റംസിലാണ് കൂടാൻ പറ്റുക. അപ്പം മിക്കവാറും ഈ മോണോ ആക്ട്, കഥാപ്രസംഗം, ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഹിന്ദി പ്രസംഗം, ഇത് മൂന്നായിരിക്കും ഞാൻ കൂടാറുള്ളത്. അതുകൂടാതെ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഡ്രാമയ്ക്ക് കൂടാറുണ്ട്, ചിലപ്പോൾ ഗ്രൂപ്പ് സോങ്ങിനാവും, ചിലപ്പോൾ ജനഗണമന പാടാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പരിപാടിക്കൊക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട്, അത് ഭയങ്കര ഒരു ഫീലാണ്. എൻ്റെ അച്ഛന് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ പപ്പ എന്നെ പ്രോത്സാഹിപ്പിക്കായിരുന്നു. പപ്പയും മമ്മിയാണ് സത്യം പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മോണാക്ടിന് വേണ്ടിയിട്ട് എന്നെ പറഞ്ഞത്. മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നതും പപ്പ പറഞ്ഞതും. പപ്പ ഇങ്ങനെ ഹലോ പറഞ്ഞ് ഇങ്ങനെ ഒരു നടി അവിടെ അഭിനയിക്കാൻ പറയണത്, ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു മിമിക്സിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു പല രീതിയിൽ. ഹലോ എൻ്റെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നു പ്ലീസ്, അങ്ങനെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ട് അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ സംസാരിക്കാൻ പറയായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മി അവിടെ ഇരുന്നപ്പോൾ എന്താ പറയുക, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പഞ്ചസാരയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണം പഞ്ചക്ക താര എന്ന് പറയുമ്പോൾ അതുപോലും പറയാൻ കിട്ടാത്ത ആൾക്കാർ അങ്ങനെ തന്നെ കുഞ്ചക്ക മാമ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്ന ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അമ്മ അതാണ് പഠിപ്പിച്ചത് മമ്മി. പപ്പ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ആ നടി സങ്കടത്തിൽ പറയൂ ഹീ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയണത്. അങ്ങനെ ഇത്ര സങ്കടം വേണ്ട, ഇത്തിരി സങ്കടം കുറച്ചിട്ട് പറയൂ എന്ന് പറയുമ്പോൾ ആള് കുറച്ച് ഗൗരവത്തിലായിട്ട് വേണം പറയണം. ഹലോ ഡോക്ടർ, എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ഒരു ഇത് നിങ്ങളൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ അത് അഭിനയിച്ച് കാണിക്കുന്നതല്ല. അപ്പോൾ അവർ രണ്ടാളാണ് സത്യം പറഞ്ഞാൽ അതുണ്ടായിരുന്നത്. പിന്നെ ആ കാലഘട്ടത്തിൽ VD രാജപ്പൻ്റെ കഥാപ്രസംഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കേൾക്കുമായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഇത് പങ്കെടുക്കാം. അപ്പോൾ ഇതെല്ലാം പരിപാടിക്ക് പങ്കെടുത്ത് നമ്മൾ സ്റ്റേജിൽ കയറുന്ന സമയത്ത് ചിലപ്പോൾ പപ്പ ആ സമയത്ത് നേവിയിലായിരുന്നെങ്കിൽ പിന്നീട് സൗദി അറേബ്യയിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പപ്പ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ മമ്മിയും കാണാനൊന്നും വന്നൊന്നും വരില്ല. കാരണം ഈ രാത്രി നേരത്തല്ലേ ആനുവൽ ഡേ ഒക്കെ ഉണ്ടാവുക. വീട്ടിൽ നിന്നൊക്കെ വരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നാൽ മതി. പക്ഷെ അതൊരു വല്ലാത്തൊരു സങ്കടം കേട്ടോ. നമ്മുടെ പ്രോഗ്രാമിന് അല്ലെങ്കിൽ നമുക്ക് സമ്മാനം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുണ്ടാവണം എന്നാണ് മക്കളൊക്കെ ആഗ്രഹിക്കുക. ഇത് പല മക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം നമുക്കത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് സമ്മാനം കിട്ടുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം കാണുമ്പോൾ അവരവിടെ വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലാണ്. അവരുടെ മുമ്പിൽ നമുക്കത് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയും. അച്ഛനമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മക്കൾ കാണും. പക്ഷേ അത് സാഹചര്യങ്ങൾ കൊണ്ടാണ് പലരും. ഇപ്പോൾ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയല്ലേ, അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അച്ഛനും അങ്ങനെ ഒരു പ്രവാസി ആയിരുന്നല്ലോ കുറച്ചു കാലം. അപ്പോൾ എനിക്കതറിയാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യാണ് അവരവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ. പലപ്പോഴും ഇതൊന്നും അറിയാണ്ട് വീടുകളിൽ എത്തുമ്പോൾ പൈസ പൈസ എന്ന് മാത്രമായിട്ട് ചെയ്യുന്നത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയത് കൊണ്ട് നമുക്ക് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളാണെങ്കിലോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ മക്കളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓണം വിഷു ആഘോഷങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങളുടെ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ അവരെന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്തേക്ക് ലീവിലാക്കി വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കുള്ളതിനും ഇതാണ്. പിന്നെ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമുക്ക് തോന്നുന്നവരാണ് നമ്മുടെ പപ്പയും മമ്മിയും, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ മോണാക്റ്റും മിമിക്രിയുടെയൊക്കെ കഥകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് പറയാറില്ലേ ഭയങ്കരമായിട്ട് ഇങ്ങനെ തമാശ കാണിച്ചിട്ട് കാണിക്കണോ, ചിലപ്പോൾ ഭയങ്കര ഓവർ എക്സ്പ്രഷനാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഈ മോണാക്റ്റും മിമിക്രിയും നാടകവും ഇങ്ങനത്തെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്യില്ല. പക്ഷേ എനിക്ക് നല്ല ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് പറയണതാണ് ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയണത്. അപ്പോൾ അത് ചിലർക്ക് ബോറടിക്കും, ചിലർ അങ്ങനെയോ പിന്നെ പ്രതികരിക്കാം. ചില കാര്യങ്ങൾ ഓക്കെ അല്ലാത്ത നമ്മൾ പ്രതികരിക്കണോ, അതിനൊരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെയോ കാര്യങ്ങളുടെയോ അല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവിടെ നടന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ പുറമേക്ക് കയറി നടക്കാൻ. നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ട് കണ്ണടച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ രീതിയിൽ സംസാരിക്കുന്നതോട് എനിക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാറുള്ളത്. അപ്പോൾ പിന്നെ എനിക്കറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എനിക്കറിയില്ല, കുറച്ച് വീഡിയോസ് ചെയ്യണു, ചില ആരൊക്കെയോ കുറേ പേർക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഷെയർ ചെയ്ത് ഫോളോവേഴ്സൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വലിയൊരു സംഭവം ഇതൊന്നും അല്ല. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ല വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരിയായിരുന്നു യൂട്യൂബിൽ നിന്ന് നമുക്ക് പക്ഷെ വളരെ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്ര വലിയ പോണതൊന്നും അല്ല.
പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യണു. അതിങ്ങനെ ചിലപ്പോൾ ലക്കിൽ അങ്ങനെ പോണു എന്നുള്ളതാണ്. ഏറ്റവും വലിയ സന്തോഷം ഈ വീഡിയോസൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ഓടി വരുന്നതുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്കൊരു എന്തേലും ആവട്ടെ, എന്നെ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് അവർ ഓടി വന്നല്ലോ, നമ്മുടെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എവിടുന്ന് തുടങ്ങിയതല്ലേ, കണ്ടില്ലേ എവിടെ വരെ എത്തി എന്നുള്ളത്. അങ്ങനെയാണോ ലൈഫ്. ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ, ശരിയല്ലേ?